നമസ്കാരം, വെറ്റമാനയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഈ മഴക്കാലത്ത് നമ്മുടെ കോഴികൾക്ക് വരുന്ന അസുഖങ്ങളും അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളും ഉള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. നമ്മളോട് സംസാരിക്കുന്നത് പ്രശാന്ത് നമ്പ്യാർ സാറാണ്. പൗൾട്രി കൺസൾട്ടൻ്റ് ആണ് അദ്ദേഹം. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ വരികയും അത് പെട്ടെന്ന് കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. മഴക്കാല രോഗങ്ങളും പരിചരണം. മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ കുടിവെള്ളത്തിലൂടെ അസുഖങ്ങൾ അത് കോഴികളിലായാലും മനുഷ്യരിലായാലും പടരുന്നത്. അപ്പോൾ മഴക്കാലങ്ങളിൽ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം, അതാണ് ഇന്നത്തെ വീഡിയോ. മഴക്കാലങ്ങളിൽ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ ശുദ്ധീകരണം. വെള്ളം എങ്ങനെ ശുദ്ധീകരിക്കാം? ഇപ്പോൾ സാധാരണ ഒരു ഫാർമർക്ക്, ഒരു കൃഷിക്കാരന് വലിയൊരു ഫിൽറ്റർ ബാക്കിയുള്ള കാര്യങ്ങളോ മിഷനറികളോ നിർമ്മിച്ച് കൊണ്ടുവന്ന് അല്ലെങ്കിൽ വാങ്ങി വെള്ളത്തെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ വാട്ടർ സാനിറ്റൈസേഷനുകൾ ഉപയോഗിക്കുന്നത്. വെള്ളത്തിനെ ശുദ്ധീകരിക്കാൻ വെള്ളത്തിലടങ്ങിയ ബാക്ടീരിയകളെ കൊല്ലുവാനുള്ള അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുവാനുള്ള രീതി, അതാണ് വാട്ടർ സാനിറ്റൈസേഷൻ. വെള്ളത്തിലൂടെ പകരുന്ന പ്രധാനപ്പെട്ട ഒരു ബാക്ടീരിയയാണ് കോളിഫോം. കോളിഫോം ബാക്ടീരിയകളാണ് എല്ലാ അസുഖത്തിനും മുന്നോടിയായിട്ട് വരുന്നത്. കോളിഫോം ബാക്ടീരിയകൾ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുത്തുകയും മറ്റുള്ള അസുഖങ്ങളെ അത് ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കോളിഫോം ബാക്ടീരിയകളെ ഇല്ലാതാക്കുകയാണ്. വാട്ടർ സാനിറ്റൈസറുകൾ ഇന്ന് മാർക്കറ്റുകളിൽ സുലഭമാണ്. കുറേ കമ്പനികളുടെ പ്രൊഡക്റ്റുകളില്ല എങ്കിലും ചുരുക്കം നല്ല കമ്പനികളുടെ നല്ല പ്രൊഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റുകളിൽ ലഭ്യമാണ്. അത് ഉപയോഗിച്ച് നമ്മൾ ആദ്യം വെള്ളം ശുദ്ധീകരിക്കുക. അങ്ങനെ വെള്ളം ശുദ്ധീകരിച്ച് ആ ശുദ്ധമായ വെള്ളമാണ് നമ്മൾ കോഴികൾക്ക് കൊടുക്കേണ്ടത്. വാക്സിനേഷൻ ചെയ്യുന്ന ദിവസങ്ങളിൽ ഒഴിച്ച് എല്ലാ ദിവസങ്ങളിലും കോഴിക്കുഞ്ഞ് വന്ന അന്ന് മുതൽ കോഴിക്കുഞ്ഞ് പോകുന്ന അന്ന് വരെ നമ്മൾ വാട്ടർ സാനിറ്റൈസറുകൾ ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ അതുകൊണ്ട് ഗുണമുള്ളൂ. അല്ലാതെ 2 ദിവസം ഉപയോഗിച്ച് 4 ദിവസം ഉപയോഗിക്കാതിരുന്നാൽ നമുക്കതിനെ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇതിൻ്റെയൊക്കെ മിക്സ് ചെയ്യേണ്ട റേഷ്യോ നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ ചിലവേറിയ ഒരു മെഡിസിൻ ഒന്നും അല്ലാതെ 1 മില്ലി 10 ലിറ്ററിലാണ് അതിൻ്റെ മിക്സിംഗ് റേഷ്യോ. അല്ലെങ്കിൽ ടാബ്ലറ്റുകളായി വരുന്നത് 250 ലിറ്ററിനൊരു ടാബ്ലറ്റ്, 5000 ലിറ്ററിനുള്ള ടാബ്ലറ്റുകൾ, 500 ലിറ്ററിനുള്ള ടാബ്ലറ്റുകൾ. അങ്ങനെ ആ ടാബ്ലറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് സ്ലോ റിലീസിങ് ആയിട്ട് ക്ലോറിൻ അത് റിലീസ് ചെയ്യുകയും ആ വെള്ളത്തിലുള്ള കോളിഫോമും മറ്റ് ബാക്ടീരിയകളെയും നശിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കോളിഫോം നമ്മൾ ഇല്ലാതാക്കിയാൽ തന്നെ കോഴിയുടെ ഗ്രോത്ത് നന്നായിരിക്കും. മറ്റുള്ള അസുഖങ്ങൾ കോഴിയെ അറ്റാക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ അത് ആക്രമിക്കപ്പെടുന്നില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു അസുഖമാണ് ഈ സമയങ്ങളിൽ ഉണ്ടാവുന്ന കോക്സി അല്ലെങ്കിൽ രക്താതിസാരം.
രക്താതിസാരം അതിൻ്റെ സിംറ്റങ്ങൾ കാണാൻ അതിൻ്റെ രോഗാണുക്കൾ ഒരു കോഴിയുടെ ശരീരത്തിൽ പ്രവേശിച്ച് 4-ാമത്തെയോ 5-ാമത്തെയോ ദിവസം മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അത് കോക്സിയാണ് എന്നുള്ളത്. കാരണം അതിൻ്റെ ഡ്രോപ്പിങ്ങുകൾ അല്ലെങ്കിൽ കാഷ്ടത്തിൽ ബ്ലഡ് കാണപ്പെടുമ്പോഴാണ് നമ്മൾ അതിനെ ശ്രദ്ധിക്കുക. ഇത് പകരുന്നത് ബ്ലഡിൽ കണ്ടു കഴിഞ്ഞാൽ, കാഷ്ടത്തിൽ ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ മറ്റുള്ള കോഴികൾ അതിനെ കൊത്തിയെടുക്കും. ആ ബ്ലഡ് മാത്രം കൊത്തിയെടുക്കും. അപ്പോൾ നമ്മളിൽ പലർക്കും അത് കണ്ടെത്താൻ പറ്റുകയില്ല. അവിടെ കാഷ്ടത്തിൽ ബ്ലഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും ഉത്തരം വരുന്നത്. അതുകൊണ്ട് ഈ 4-5 ദിവസം മുമ്പേ വരുന്ന ഇതിൻ്റെ രോഗാണുക്കൾ അതിനകത്ത് വെച്ച് ഇൻക്യുബേഷനായി എന്ന് വെച്ചാൽ ഈ പുതിയ മൾട്ടിപ്ലിക്കേഷൻ നടന്ന് 1 10 100 1000 ലക്ഷമായി അത് വളരുകയും അത് പിന്നെ ശക്തമായ രീതിയിൽ ശരീരത്തെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്ന മോർബിഡിറ്റി അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന തൂക്കം അതൊരു പ്രധാന ലക്ഷണമാണ്. പക്ഷെ അത് കോക്സിയിൽ മാത്രമല്ല, എല്ലാ അസുഖങ്ങളിലും നമുക്ക് മോർബിഡിറ്റി കാണാൻ സാധിക്കും. അപ്പോൾ മോർബിഡിറ്റി എന്നത് എല്ലാ അസുഖത്തിനും കോമണായി ഉണ്ടാകുന്നൊരു കാര്യമാണ്. പിന്നെയാണത് ഓരോ സിംറ്റമായി നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ രക്താതിസാരം ഉണ്ടാക്കുന്നത് ബാക്ടീരിയകളോ വൈറസോ ഫംഗസോ ഒന്നുമല്ല. അത് പ്രൊട്ടോസോവ ജനുസിൽപ്പെട്ട പ്രൊട്ടോസോവ ഗ്രൂപ്പിൽപ്പെട്ട ഒരുതരം ജീവികളാണ് ഇതിന് ആധാരം. കോക്സികളും പലതരങ്ങളുണ്ട്. സീക്കൽ കോക്സി, സീക്കയിൽ മാത്രം കണ്ടുവരുന്ന കോക്സികളുണ്ട്, ഇൻഡസ്ട്രിയിൽ മാത്രം കാണുന്ന കോക്സികളുണ്ട്. അപ്പോൾ പല തരത്തിലുള്ള കോക്സികളും നമുക്ക് അതിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഈ സിംറ്റം കണ്ടു കഴിഞ്ഞാൽ മെഡിക്കേഷൻ തീരെ വൈകാൻ പാടുള്ളതല്ല. കാരണം കോക്സിയുടെ മോർട്ടാലിറ്റി അല്ലെങ്കിൽ മരണനിരക്ക് വളരെ കൂടുതലാണ്. ആദ്യമേ കണ്ടെത്തി കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 4-5 ദിവസം കൊണ്ട് അതിനെ നമുക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയും. എന്നാൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ നമുക്ക് അതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക അസാധ്യമാണ്. അപ്പോൾ മരണനിരക്ക് വളരെയധികം കൂടുകയും ചെയ്യും, ആ ഫ്ലോക്ക് തന്നെ നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ നമ്മളിതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതിനു വേണ്ടുന്ന മരുന്നുകൾ സമയങ്ങളിൽ കൊടുക്കുകയും ചെയ്യുകയാണ്. സാധാരണ നമ്മൾ ആംബ്രോളിയമാണ് ഇതിന് ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ. അതും ആ മെഡിസിൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂടെ മറ്റ് വാട്ടർ സാനിറ്റൈസറുകളോ മറ്റ് വിറ്റാമിനുകളോ ഉപയോഗിക്കാൻ പാടില്ല. രാവിലെ ഉള്ള കുടിവെള്ളത്തിൽ ചേർത്താണ് സാധാരണ നമ്മൾ ആംബ്രോളിയം ഉപയോഗിക്കുക. അത് കണ്ടിന്യൂ കൊടുക്കുകയും അരുത്. അത് സിവിയാരിറ്റിക്ക് അനുസരിച്ച് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്കത് സ്ഥിരമായി ഒരു 24 മണിക്കൂർ കൊടുക്കണോ, 12 മണിക്കൂർ കൊടുക്കണോ, 4 മണിക്കൂർ കൊടുത്താൽ മതിയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ അതാണ് കോക്സിയാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അസുഖം എന്ന് പറയുന്നത്. കോക്സിയെ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം? അമാന ഫാം മൃഗങ്ങളുടെ പരിപാലനത്തിനാവശ്യമായ പൗൾട്രി ആൻഡ് വെറ്റിനറി മരുന്നുകൾ, കോഴി ഫാമിന് ആവശ്യമായ ഉപകരണങ്ങൾ, BV380 ബ്രൗൺ ലെയേഴ്സ്, ടാറ്റ ഹൈടെക് കേജ്, ടാറ്റ ചെയിൻ ലിങ്ക് ഫെൻസിംഗ്, നിപ്പിൾ ഡ്രിങ്കിംഗ് സിസ്റ്റം, ഫോഗിംഗ് സിസ്റ്റം. അമാന ഫാം ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ.
opposite bus stand, Kottakkal. Phone 9605-121-211, 9605-313162. ഓരോ വീട്ടിലും ഓരോ കോഴിക്കോട്. അപ്പോൾ നമുക്ക് കോക്സിയെ എങ്ങനെ പ്രതിരോധിക്കും? സാധാരണ കോക്സിഡിയോസ്റ്റാറ്റുകൾ ഫീഡുകളിൽ ചേർത്തിട്ടാണ് നമുക്ക് മാർക്കറ്റിലുള്ള ഫീഡുകൾ കിട്ടുന്നത്. മുമ്പൊക്കെ കോക്സി 30-35 ദിവസം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്നത് 12, 13, 10 ദിവസങ്ങളിൽ പോലും കോക്സി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ കോക്സിയുടെ മുമ്പ് ഉള്ളതിനേക്കാളും കാര്യങ്ങൾ അത് ഏർലി സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞു. എന്നുവെച്ചാൽ 35 ദിവസം വന്നിരുന്ന കോക്സി ഇന്ന് 10ാമത്തെ ദിവസം വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഈ സമയങ്ങളിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നമ്മുടെ ഷെഡുകൾ നനയാതെ സൂക്ഷിക്കുക. ഷെഡിൻ്റെ താഴെ വിരിക്കുന്ന മരപ്പൊടിയായാലും മറ്റുള്ള മീഡിയ ആയാലും ചിന്തേരി പൊടിയായാലും ചകിരിച്ചോറായാലും അത് നനവില്ലാതെ സൂക്ഷിക്കുക. നേരിട്ട് നല്ല ശക്തമായ മഴയുണ്ടെങ്കിൽ അതിന് സൈഡ് കർട്ടനുകൾ കെട്ടി അത് ഉറപ്പിക്കുക. അകത്തേക്ക് വെള്ളത്തിൻ്റെ ചാറ്റൽ മഴ അകത്തേക്ക് എത്താതെ സൂക്ഷിക്കുക. അവിടെ നിന്നൊക്കെയാണ് കോക്സിയുടെ ആരംഭം ഉണ്ടാവുന്നത്. അത് വളരെയധികം ശ്രദ്ധിക്കുക. കഴിയുന്നത് ഈ കാലങ്ങളിൽ എല്ലാ ദിവസവും അതിൻ്റെ ലിറ്ററുകൾ അല്ലെ മീഡിയാന അല്ലെ അതിൻ്റെ ഷെഡിലുള്ള മരപ്പൊടികളാണ് ദിവസേന അത് ഇളക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ ഇളക്കിയിട്ടതിന് കുമ്മായം ചേർത്ത് കൊടുത്താൽ pH കൂടുകയും അതിനകത്ത് ഈ ബാക്ടീരിയകൾ വളരാതിരിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് നമുക്ക് കോക്സിയെ പ്രതിരോധിക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെയാണ് കേജ് സിസ്റ്റങ്ങളിൽ കോക്സി വളരെ റെയറായിട്ട് കാണാറുള്ളൂ. ബ്രോയിലറുകളിലാണ് ഇപ്പോൾ കോക്സി വളരെ കൂടുതലായി കണ്ടുവരുന്നത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.